ആദ്യം ഇന്ന് 3 ട്രേഡ് എടുത്തായിരുന്നു. ആദ്യത്തെ 2 ട്രേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള അതേ മെത്തേഡ് തന്നെയാണ്. ഇതും അതേ മെത്തേഡ് തന്നെയാണ്, പക്ഷേ ന്യൂയോർക്കിൽ ആണ് എടുത്തത്. അപ്പോൾ ഇത് വീക്കിലിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. അതായത് SMT ഉണ്ട്, ഇവിടെ SMT ഉണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയതാണ്. അടുത്ത ഈ വീക്ക് ബെയറിഷ് ആണെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒരു വ്യൂ. പിന്നെ വൺ ഡേയിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ കൺസിഡർ ചെയ്തെന്നറിയത്തില്ല. വൺ ഡേയിൽ നോക്കുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം ഇവിടെ ഒരു SMT ഉണ്ട്. ഓക്കെ, ഇത് ബുള്ളിഷാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. കാരണം ഇവിടെ ഒരു എന്താണ് പറയുക, ഒരു SMT ഉണ്ട്, ഒരു PSP ഉണ്ട്. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്ത അതേ സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊരു രാവിലെ ഒരു ബുള്ളിഷാണ് എക്സ്പെക്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ രാവിലെ 4 ഹവറിൽ 2 ബുള്ളിഷ് റൈറ്റ്സ് ആയിരുന്നു, 2 ബൈ ആയിരുന്നു എടുത്തിരുന്നത്. ഒന്ന് ഈ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്ത ഇത് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ സ്വീപ്പ് ചെയ്ത് 4 ഹവറിൻ്റെ ക്യാൻഡിൽ സ്വീപ്പ് ചെയ്ത ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുക്കുന്നത്. 21 എന്ന് പറയുന്ന ക്യാൻഡിലാണ് ആദ്യം എൻട്രി എടുക്കുന്നത്. പിന്നെ എൻട്രി എടുക്കുന്നത് 1 എന്ന് പറയുന്ന ക്യാൻഡിൽ കഴിഞ്ഞിട്ട്, 1 എന്ന് പറയുന്ന ക്യാൻഡിൽ, അതായത് ട്രേഡിംഗ് ക്യാൻഡിൽ 2ഉം ട്രേഡിംഗ് ക്യാൻഡിൽ 3ഉമാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്കിലൊരു റിവേഴ്സിൽ 159 ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ 15, അപ്പോൾ ഇതിനെ സ്വീപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, ആക്ച്വലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുള്ളിഷായിട്ട് ഇത്രയും നേരം വരുവാണ്. ഒരു 3 ക്യാൻഡിൽ എക്സ്പാൻഡ് ആയി. അപ്പോൾ 3 ക്യാൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിവേഴ്സൽ നമുക്ക് ബേസിക്കലി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, തന്നെയല്ല നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ ഉണ്ടായ ഒരു ക്യാൻഡിലിൽ നിന്നാണ് അത് റിജക്റ്റായി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്കൊരു കൺഫർമേഷനായിരുന്നു, ഒരു ബിയറിഷ്. അപ്പോൾ അത് ഞാൻ കണ്ണും പൂട്ടി അങ്ങ് ചെയ്തൊന്നുമില്ല. ഞാൻ 9 o'clock കഴിഞ്ഞിട്ടേ ഞാൻ ട്രേഡ് എടുക്കത്തുള്ളൂ. അതും 9:30 ഒരു ക്യാൻഡിലിന് ശേഷമേ ഞാൻ ട്രേഡ് എടുക്കത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. കാരണം ഓൾറെഡി എനിക്ക് 2 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു റിജക്ഷൻ വീക്കിൽ ഞാനൊരു ഇത് വരച്ചു. ഓക്കെ, അതിൽ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രം എനിക്ക് ഒരു ട്രേഡ് ഉള്ളല്ലോ. ഓക്കെ, ഞാൻ അവിടെ റിജക്ഷൻ വീക്കിലൊരു EQ വരച്ചു. ദെൻ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇവിടെ ഒരു CAST കിട്ടി, M15 ഒരു CAST കിട്ടി ഇവിടെ. ഓക്കെ, ആ ഒരു ട്രേഡിൽ ഞാൻ കയറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് കയറുന്നത് എപ്പോഴും 9:30 കഴിഞ്ഞിട്ടാണ്. കാരണം ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കിടക്കുന്നതാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ. ഒരു മിനിറ്റ്, ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്തോളാം. അപ്പോൾ ഇവിടെ ഈ ഒരു EQനെ റെസ്പെക്റ്റ് ചെയ്തു മാർക്കറ്റ്. എന്നിട്ട് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നേരെ താഴോട്ട് വീണു മാർക്കറ്റ്. ഇനി അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകത്തില്ല എന്നുള്ള ഡൗട്ടിലാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് വേറൊരു കാര്യം നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും 9:30 ഓപ്പൺ കഴിഞ്ഞിട്ട് 9 o'clock കഴിഞ്ഞിട്ട് ഒരു മാനിപ്പുലേഷൻ, 9:30 ഒരു മാനിപ്പുലേഷൻ ഉണ്ടാവും. ആ മാനിപ്പുലേഷൻ ഒന്നുകിൽ അതിൻ്റെ മുൻപുണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈയെ അത് സ്വീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനെ സ്വീപ്പ് ചെയ്ത് അതിനെ ഫില്ല് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് താഴോട്ട് പോകുക. അപ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു വിക്കായിരിക്കും അതിന് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 9:30 ഓപ്പൺ നോക്കിയപ്പോൾ ഈ കാൻഡിൽ നേരെ താഴേക്ക് പോയിട്ട് ഭയങ്കര വലിയൊരു വിക്ക് മേലോട്ട് തന്നപ്പോഴത്തേക്കും എൻ്റെ ഡയറക്ഷൻ മാറാൻ എനിക്ക് ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ 2 ബെയറിഷ് ക്യാൻഡിൽസിനെ ഇത് ബുള്ളിഷായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെ ഒരു എന്താ പറയുക, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്, ഒരു CAST ഓർഡർ ബ്ലോക്ക് ഫോർമേഷനാണ്. ഇതിനകത്താണ് മിറ്റിഗേറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈയെ ഇത് ടേക്ക് ചെയ്യും. കാരണം എന്താ, 9:30 കഴിയുമ്പോൾ ഇതിന് മുമ്പുള്ളൊരു ഹൈയെ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു മൈൻഡിലാണ് ഞാനിങ്ങനെ നിന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറ്റിയത്, ഇവിടെ ഈ ഒരു ഹൈ ടേക്ക് ചെയ്ത് ഇങ്ങനെ താഴോട്ട് ഈ ഒരു ലോയെ സ്വീപ്പ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ 3 മിനിറ്റിലോട്ട് വരുന്നത്. 3 മിനിറ്റിലെ പിക്ചർ എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു ഓർഡർ ബ്ലോക്കിനകത്ത് വീണിട്ട്, അതായത് ഈ നമ്മൾ M15 ഉണ്ടാക്കിയ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ അല്ലെങ്കിൽ ഈ ഒരു CASTയിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹൈയും ടേക്ക് ചെയ്തിട്ട്, ഇത് കണ്ടില്ലേ, ഈ ഒരു ഹൈയും ടേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു CAST M3യിൽ എനിക്ക് തന്നു. ഈ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി പോകുന്നത്. ഇവിടെയാണ് ഞാൻ എൻട്രി വെക്കുന്നത്. ഇതിൻ്റെ
ഈ ഒരു ബോഡിയാണ് എൻ്റെ SL വരുന്നത്. കാരണം എന്താണെന്ന്, ഇത് ഓൾറെഡി ഈ ഒരു ഹൈയെ ഇവിടെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ, ഈ ഒരു ഹൈയെ ഇവിടെ എടുത്തതിന് ശേഷം അത് താഴോട്ട് വീണു. അപ്പോൾ എന്താണ്, ഇനി ഓൾറെഡി അത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഇനി ആ ലിക്വിഡിറ്റി എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് 9:30ക്ക് ശേഷം ഉണ്ടായതാണ്. ഇപ്പോൾ നമ്മൾ 9 o'clockനാണ് ഇതുപോലൊരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. കാരണം എന്താണ്, 9:30 ചിലപ്പോൾ ആ ക്യാൻഡിൽ ഒന്നുകൂടെ വന്ന് മുകളിലേക്ക് വന്ന് ആ ഒരു ഹൈയെ ടേക്ക് ചെയ്ത് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കൺഫേം ആയി. ഞാനിവിടെ ഇത് കൊടുത്തു. ഞാൻ ഈ പ്രൊജക്ഷനിലാണ്, ഇതൊരു പ്രൊജക്ഷനിലായി ഒരു -1 ഞാൻ കൊടുക്കുന്നത് എൻ്റെ എൻട്രി. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി 2.26 ഉണ്ട്. എനിക്ക് ഓൾറെഡി ഞാൻ രണ്ട് ട്രേഡ് ഞാൻ റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് മൂന്നാമത്തെ ട്രേഡാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അങ്ങ് റിസ്ക് എടുക്കേണ്ട. ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോകുമായിരിക്കും, ഈ ഒരു -2 വരെയൊക്കെ എവിടെയെങ്കിലും വരെയൊക്കെ പോയിരിക്കും. കാരണം അവിടെ ഒരു ഫെയിലർ സ്വിങ് ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫെയിലർ സ്വിങ്, ഈ ഒരു ഫെയിലർ സ്വിങ് വരെയെങ്കിലുമൊക്കെ ഈ മാർക്കറ്റ് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു നല്ല ഒരു ബൂറിഷ് ഫിഷാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടം വരെ ഓടിച്ചില്ല. നമുക്ക് ആ ഒരു ഫീസിബിളായിട്ടുള്ള ടൈമിൽ എത്രയാണോ തോന്നുന്നത് അത് ഞാൻ ഓടിക്കുക. ഇത് ഞാൻ അപ്പം എടുത്തൊരു ട്രേഡായിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോഴത് നോക്കുന്നത്. ഇപ്പോൾ പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിടി കിട്ടാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫുൾ ക്ലിയർ ചെയ്തിട്ട് പറയാം. പണിയായാലും അപ്പോൾ നമുക്ക് 4 hour വന്നു. ലാസ്റ്റ് ട്രേഡ് മാത്രം പറയാവേ. മറ്റേ ട്രേഡൊക്കെ ഞാൻ ഓൾറെഡി ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇവിടെ വന്ന് ഇങ്ങനെ റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നൊരു ടൈമിലല്ല, അത് കഴിഞ്ഞിട്ടൊരു എനിക്ക് ക്യാൻഡിൽ ക്ലോസ് കിട്ടി. ഇതിനെനിക്ക് വേണമെങ്കിൽ ഒരു ക്യാൻഡിൽ 3 ക്ലോസ് എന്ന് എനിക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ഞാനിതൊരു ക്യാൻഡിൽ 3 ക്ലോസ് എന്ന് വിളിക്കുന്നു. ഒരു ക്യാൻഡിൽ 3 ക്ലോസ് ഇല്ലേ? ഓക്കെ, ഇതൊരു ക്യാൻഡിൽ 3 ക്ലോസ് ആണ്. ഓക്കെ, അത് നമുക്കൊരു ഡൗൺ ആയിട്ട് ഇതൊരു ക്യാൻഡിൽ 3 ക്ലോസ് ആണ്. ഓക്കെ, അങ്ങനെ നിൽക്കുന്നൊരു സംഭവത്തെയാണ് എൻ്റെ ക്യാൻഡിൽസ് വരുന്നതെന്ന് പറഞ്ഞാൽ 1, 5, 9 ആണ് നമ്മുടെ ഈ ഒരു ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഈ റിജക്ഷൻ, ഈ ഒരു ക്യാൻഡിലാട്ടോ 159 ഈ ക്യാൻഡിലാണ് വരുന്നത്. അപ്പോൾ എനിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് ബോഡി ക്ലോസ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് ഒരു പുഷ് തരുമോ എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ക്യാൻഡിൽ ഒരു റിജക്ഷൻ ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ റിജക്ഷൻ വിക്കാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു റിജക്ഷൻ വിക്ക് മാർക്ക് ചെയ്യുന്നു. ഈ റിജക്ഷൻ വിക്കിനെ മിറ്റിഗേറ്റ് ചെയ്തിട്ട് വേണം. അപ്പോഴും ഞാൻ മൈൻഡ് വിചാരിക്കുന്നത്, ഞാൻ എന്തൊക്കെ വന്നാലും ഞാൻ 9:30ക്ക് ശേഷം മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. അത് നാട്ടിലെ 7 മണി കഴിഞ്ഞിട്ട്. ഓക്കെ, അതിന് മുമ്പ് എന്ത് ഫോർമേഷൻ വന്നാലും ഞാൻ എടുക്കില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഞാൻ 15 മിനിറ്റിലോട്ട് വരുന്നത്. അങ്ങനെ വിചാരിക്കണം. കാരണം 9:30ക്ക് ശേഷം മാത്രമേ, 7 o'clock അത് മനൂബ്രോ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് കാണാം. നമുക്ക് ഇവിടെ അപ്പം ഇവിടെയാണെങ്കിൽ ഈ ഒരു 5 എന്ന് പറയുന്ന ക്യാൻഡിൽ എന്താണ്, നമുക്ക് അത്യാവശ്യം നമ്മളെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു CAST തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു CAST ആണ് അല്ലേ? അപ്പോൾ ഈ CAST കണ്ടുകൊണ്ട് നമ്മൾ ഈ CASTയിൽ എൻട്രി എടുത്താൽ നമുക്ക് പണി കിട്ടും. കാരണം എന്താണ്, 9 മണി ആയിട്ട് പോലുമില്ല, തന്നെയല്ല 9:30 എന്ന് പറയുന്നൊരു ടൈം ആയിട്ടില്ല. ഇവിടെ നമ്മൾ SL വെക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ബേസിക്കലി ഇവിടെ ആയിരിക്കുമല്ലോ SL വെക്കുന്നത്. ഇവിടെ SL വെക്കുന്നു, ഓർ ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഈ ഒരു ഹൈയോ എന്തെങ്കിലും ആയിട്ടോട്ടോ. എന്നാൽ ഞാൻ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വെക്കുന്നത്. ഇത് ഈക്വൽ ഹൈ ഉള്ളതാണ്, ചിലർ ഇവിടെ വെക്കുമായിരിക്കും. ഓക്കെ, പക്ഷേ എൻ്റെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിച്ചിട്ടില്ല. പക്ഷേ ഈ മാർക്കറ്റിന് 9:30 കഴിഞ്ഞാൽ ഈ ഒരു ഹൈയും കൂടെ, കാരണം എന്താ, ഇത് റിലവൻറ്റ് ഹൈ ആണ്. അതായത് അടുത്തടുത്ത് നിൽക്കുന്ന ഫെയിലർ സ്വിങ്സ് ആണിത്. അപ്പോൾ വേണമെങ്കിൽ ഈ മാർക്കറ്റിന് ഇതിനെയും കൂടെ എടുക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം കൺഫേം ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ US 500 പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു റിലവൻറ്റ് ഹൈ അല്ല. അതായത് അതൊരു ഫെയിലർ സ്വിങ് അല്ല, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈ എടുക്കത്തില്ല. മറ്റേതിനകത്തെ ഈ രണ്ടാമത്തെ മുകളിലത്തെ ഹൈ എടുക്കത്തില്ല നമുക്കറിയാം. അതെന്താണെന്നറിയോ, ഇതിനകത്തൊരു കോറിലേഷൻ ഉണ്ട്, ഇതിനകത്തൊരു ഡൈവേർജൻസ് ഉണ്ട്. കാരണം എന്താണ്, ഇത് തമ്മിൽ കണ്ടില്ലേ, ഇത് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് രണ്ടും ഒരു റിലവൻറ്റ് ഹൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഫെയിലർ സ്വിങ്സും റിലവൻറ്റ് സ്വിങ്സ് എന്ന് പറയാം. അതായത് ഇങ്ങനെ ദൂരത്തിൽ ഉള്ളതിനെ നമുക്ക് റിലവൻറ്റ് സ്വിങ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്താണ്, നമുക്ക് നാസ് 100 വന്ന് നോക്കുമ്പോൾ ഇത് ഒരു ഈക്വൽ ഹൈസാണ്.
ഓക്കെ, പക്ഷേ മാർക്കറ്റ് അതേ കണ്ടീഷൻ തന്നെയാണ് മാർക്കറ്റ് ഫോളോ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു ഹൈ എടുത്തിട്ടില്ല, കണ്ടോ? അതെന്തുകൊണ്ടാണ്? US 500-ൽ അത് റിലവൻറ്റ് ഹൈ ആണ്, പിടികിട്ടിയോ? ആ ഒരു ഡൈവർജൻസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്തത്. പക്ഷേ നമുക്ക് ചിലപ്പോൾ സ്പ്രെഡ് അടിക്കുമ്പോഴത്തേക്ക് ഇത് എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അല്ലെങ്കിൽ 9 o'clock കഴിഞ്ഞിട്ട് 9:30 കഴിഞ്ഞിട്ട് ഞാൻ ട്രേഡ് എടുക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ 9:30 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 9:30 മാർക്ക് ചെയ്തു. 9:30ക്ക് എന്താണ്? ഒരു നല്ലൊരു മാനിപ്പുലേഷൻ വരും. അപ്പം നോക്കിയേ, ഈ ഒരു ഇവിടെ ഒരു ഫെയർ വാലി ഗ്യാപ്പ് ഉണ്ട്, കണ്ടോ? ഈ ഒരു ഫെയർ വാലി ഗ്യാപ്പിനെയും ഫില്ല് ചെയ്തു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അടുത്ത ക്യാൻഡിലിന് എനിക്ക് വെയിറ്റ് ചെയ്യണം. കാരണം അടുത്ത ക്യാൻഡിൽ താഴോട്ടാണെങ്കിൽ ഒന്നുകിൽ ഈ റിജക്ഷൻ ഈ ഹൈയെ ടേക്ക് ചെയ്തിട്ടൊരു ക്യാൻഡിൽ താഴോട്ട് വരും, അല്ലെങ്കിൽ ഇതിൻ്റെ 50% എങ്കിലും മിറ്റിഗേറ്റ്, ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഇതിൻ്റെ 50% എങ്കിലും മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ താഴോട്ട് വരണം. എന്നെങ്കിൽ മാത്രമേ എനിക്ക് ഇതാവത്തുള്ളൂ. തന്നെയല്ല, എനിക്ക് ഇവിടെ ഒരു ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് ക്രിയേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇവിടെ ഒരു SMTയും കൂടെ ഉണ്ട്. എനിക്കിവിടെ ഒരു SMT ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഒരു SMT ഉണ്ട്. ഓക്കെ, ഈ SMTയും കൂടെ എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് കൺഫേം ആയി ഇത് താഴോട്ട് പോകണമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ നേരെ 3 മിനിറ്റിലോട്ട് പോയി. കിട്ടിയല്ലോ. അതായത് 9:30 ക്യാൻഡിൽ ഓപ്പണായി മേളിൽ വന്ന ഹൈയെ, ഏറ്റവും വലിയൊരു ഹൈയെ സ്വീപ്പ് ചെയ്തു. അതായത് ഈ ഒരു ഹൈയെ സ്വീപ്പ് ചെയ്തു. അതിനുശേഷമാണ് മാർക്കറ്റ് താഴെ വീണത്. അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടി. എനിക്കിവിടെ ഒരു CAST കിട്ടി. ഈ CAST ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? ഈ CAST ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ CASTയെ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ്. ഏതാ? നമ്മൾ ഇവിടെ ഒരു CAST കണ്ടില്ലേ? ഇതാ, ഈ ഒരു CASTയെ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴെ വീണിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? ഈ ഒരു M50-ൻ്റെ CAST മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ഈ ക്യാൻഡിൽ ഇങ്ങനെ താഴെ വീണിരിക്കുന്നത്. താഴെ വീണ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കൺഫേം ആയി. കാരണം എന്താണ്? എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു SMT ഉണ്ട്, ഇവിടെ ഒരു SMT ഉണ്ട്. കൂടാതെ തന്നെ എനിക്ക് ഇത്രയും കൺഫർമേഷൻസും ഉണ്ട് അല്ലേ? ഇത്രയും കൺഫർമേഷൻസ് ഉള്ളതുകൊണ്ട് ഐ വിൽ ടേക്ക് ദിസ് ട്രേഡ് ഹിയർ. എന്നിട്ട് ഇവിടെ വെക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ വെക്കുക. ഞാൻ ഇവിടെയാണ് വെച്ചത്, കാരണം ഓൾറെഡി എനിക്ക് ഇത് കൺഫേം ആണ് ഇതൊരു എന്താണ് പ്രൊട്ടക്റ്റഡ് സ്വിങ് ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചു. പ്രൊട്ടക്റ്റഡ് സ്വിങ് ആയത് എന്തുകൊണ്ടാണ്? ഈ ഒരു ഹൈ ഇത് ടേക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു SMT ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊട്ടക്റ്റഡ് സ്വിങ് ആണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇനി മാർക്കറ്റ് പോകത്തില്ല. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് നമ്മളെവിടെ റൺ ചെയ്യും? ഏതെങ്കിലും ഒരു ഫെയിലിയർ സ്വിങ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ലോയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ബോഡിയിലേക്ക് ഒരു ഇത് വരയ്ക്കും. ഞാനിപ്പോൾ ഇവിടെ ആണെന്ന് തോന്നുന്നു വരച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡി വരയ്ക്കാം. ബോഡി വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അടുത്ത് കിട്ടും. കുറച്ച് ദൂരെയാണ് കിട്ടണമെങ്കിൽ ഹൈയിൽ വരയ്ക്കുക, അല്ല ലോയിൽ വരയ്ക്കുക. എന്നിട്ട് ഈ -1 വരെ ഇങ്ങനെ ഓടിച്ചു. ഇവിടെ അല്ല കേട്ടോ, കൃത്യമായിട്ട് വരച്ചു. മറ്റേ പിടിയിട്ട് കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആണ് ഞാൻ ഈ ട്രേഡ് എടുത്തത്. 13 മിനിറ്റായി. ആരെങ്കിലും കേൾക്കുമോ ഇതൊക്കെ? ഇതടിച്ചിട്ടില്ല കേട്ടോ. അതടിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കൃത്യമായി ഇത് വരച്ചാലേ അതടിക്കത്തുള്ളൂ. കണ്ടോ, ഇപ്പോൾ അതടിക്കും. ഷിറ്റ്, കണ്ടോ, ഇപ്പോഴേ അതടിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. എനിക്കിനി തോന്നുന്നു ഇത് മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് തോന്നുന്നു. ഭയങ്കര കൺസോൾട്ടേഷനാണ്. അതെന്തുകൊണ്ടാണ് കൺസോൾട്ടേഷൻ വരാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ലണ്ടനും ഏഷ്യയും നല്ല രീതിയിൽ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏഷ്യയും ലണ്ടനും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പാൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂയോർക്കിൽ ഇവിടം വരെ പമ്പ് ചെയ്യാനുള്ള ഇതേ ന്യൂയോർക്കിനുള്ളൂ. ഇനിയിപ്പോൾ ന്യൂയോർക്ക് PM ആകുമ്പോഴത്തേക്കും ആയിരിക്കും അടുത്തൊരു അനക്കം വെക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. ന്യൂയോർക്കിൽ നോക്കുന്ന കണ്ടീഷനാണ് കേട്ടോ പറഞ്ഞത്. വേറെ കണ്ടീഷൻസ് ഉണ്ടാവും. ഞാൻ ന്യൂയോർക്കിൽ ഇതാണ് നോക്കാറുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു CASTയിൽ നിങ്ങൾക്ക് എൻട്രി എടുത്താൽ അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ കണക്ക് 50 മിനിറ്റിൽ ഒരു ഇത് വന്നു, ഇവിടെ ഒരു CAST കിട്ടി എന്നും പറഞ്ഞ് എൻട്രി എടുക്കുന്ന ആൾക്കാർ ഉണ്ടാവും. അവരാകുമ്പോൾ ഈ ഒരു ഹൈക്ക് മുകളിലായിരിക്കും വെക്കുന്നത്. പക്ഷേ ഈ ഒരു ഹൈക്ക് മുകളിൽ വെക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ മാർക്കറ്റ് ഇത് എടുക്കാത്തത് എന്താണെന്ന് ഞാൻ റീസൺ പറഞ്ഞല്ലോ. ഇത് എടുക്കാൻ എൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു ഡൈവർജൻസ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്വിങ് മാർക്കറ്റ് എടുക്കാത്തത്. അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷുവർ ഷോട്ടായിട്ടും ഇത്ര അടുത്ത് കിടക്കുന്ന ഒരു സ്വിങ് മാർക്കറ്റ് എടുക്കാതെ പോകത്തില്ല. പിടികിട്ടിയോ? ഇങ്ങനെ അടുത്ത് കിടക്കുന്ന
സ്വിങ് എടുക്കാതിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ US 500 ഇതിൻ്റെ കോറിലേറ്റഡ് പെയറിൽ അതൊരു റിലവൻറ്റ് ഹൈ ആണ്. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് മാർക്കറ്റിന്. അവിടം വരെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റില്ല എന്നൊന്നും പറയാമെന്നില്ല കേട്ടോ. ന്യൂയോർക്കാണ്, പോകാം. പക്ഷേ നമ്മളുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച് അതെനിക്കൊരു റിലവൻറ്റ് ഹൈ ആണ്. കാരണം അതൊരു 15 മിനിറ്റാണ്. അതുകൊണ്ട് തന്നെ അതൊരു അത്യാവശ്യം എനിക്കൊരു റിലവൻറ്റ് ഹൈ ആണ്. അപ്പം റിലവൻറ്റ് ഹൈയും സ്വിങ് ഹൈയും എന്താണെന്ന് പിടികിട്ടി, അല്ല ഫെയിലിയർ സ്വിങ്ങും എന്താണെന്ന് പിടികിട്ടിയോ? അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ട്, ഈ ഒരു 2 പോയിൻ്റ് നിങ്ങൾ നോക്കിക്കോണം. ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കിതൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം റിലവൻറ്റ് ഫെയിലിയർ സ്വിങ് എന്ന് പറഞ്ഞാൽ ഇത് 50 മിനിറ്റ് ആകട്ടെ. നമുക്കൊരു ഫെയിലിയർ സ്വിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഇത് കണ്ടില്ലേ, ഈ 2 ഇത് തമ്മിൽ, ഇത് രണ്ടും ഒരു എന്താണ് ഫെയിലിയർ സ്വിങ് ആണ്. കാരണം എന്താ, ഇതിന് തമ്മിൽ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. ഇതും തമ്മിലും ഡിസ്റ്റൻസ് വളരെ കുറവാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റ് എന്താ ചെയ്യുന്നത്, ഫെയിലിയർ ആയിട്ട് കിടക്കുന്ന സാധനങ്ങളെ, അടുത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇത് മാർക്കറ്റ് എടുത്തിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതെന്തുകൊണ്ടാണെന്നുള്ളത് മാർക്കറ്റിന് കൃത്യമായിട്ടുള്ള ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ US 500 നമ്മൾ പോയി നോക്കുമ്പോൾ ആ ഹൈ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം ഇതൊരു അത്യാവശ്യം നല്ലൊരു ഹൈ അല്ല. എന്നാലും ഞാനിതിനെ പറയുന്നത് ഇതൊരു റിലവൻറ്റ്, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉള്ളൊരു റിലവൻ്റാണ്. മാർക്കറ്റ് ഫോൾ ആയി കഴിഞ്ഞാൽ 930 ഇവിടം വരെ കയറി വരാനുള്ള പവർ മാർക്കറ്റിനില്ല. കാരണം 930 എന്ന് പറഞ്ഞാൽ അത് ഈ ഏരിയയിലായിട്ട് വരത്തുള്ളൂ. ഇവിടുന്ന് ഇവിടം വരെ പമ്പ് ചെയ്യാനുള്ള ഇതില്ല. ഓൾറെഡി അവിടെ ഒരു സ്വീപ്പ് കിട്ടി നിൽക്കുന്ന നമ്മൾ ബെയറിഷ് കണ്ടീഷനിലാണ്. അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ബുള്ളിഷ് കയറി പോകാൻ മാർക്കറ്റിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഹൈ മറ്റേതിനകത്ത് എടുക്കാത്തത്. മനസ്സിലായോ? അപ്പം മാർക്കറ്റ് ഓരോ കാര്യം ചെയ്യുന്നതിന് മാർക്കറ്റിനൊരു റീസൺ ഉണ്ട്. ഓക്കെ, അപ്പം പക്ഷേ നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഇത് നമ്മളെടുത്താൽ നമ്മൾ ഉറപ്പായിട്ടും ഇതിന് സ്പ്രെഡ് വെച്ച് നമുക്ക് അടിക്കും. പക്ഷെ മാർക്കറ്റ് അതെടുത്തിട്ടില്ല, പക്ഷേ സ്പ്രെഡ് നമ്മളെ എടുക്കും. അതുകൊണ്ട് തന്നെ അത് തന്നെയല്ല, ഞാൻ എപ്പോഴും ട്രേഡ് എടുക്കുന്നത് 930 ശേഷമാണ്. ഈ ഒരു കണ്ടീഷനാണ് ഞാൻ നോക്കാറുള്ളത്. അതായത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തിട്ട് ഇതൊരു ബെയറിഷ് ക്ലോസ് വരുവാണ്, അല്ലെങ്കിൽ ഇതിന് താഴെ എനിക്ക് ക്ലോസ് വരുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ ഞാൻ ട്രേഡ് പോയേനെ. എന്തുകൊണ്ടാണ് ഇവിടുന്ന് ട്രേഡ് പോകാഞ്ഞേ? ഇവിടെ എനിക്കൊരു CAST മുകളിലേക്ക് തന്നു. പിന്നെ തന്നെയല്ല, ഈ 2 ബെയറിഷിൻ്റെ ഹൈയെ മേളിലാണ് ഇത് ക്ലോസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുകളിലേക്ക് പോകാനും ചാൻസ് കൂടുതലാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ബ്രേക്ക് ചെയ്തോ അല്ലെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ ഇത് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകത്തില്ല, ഞാൻ ഈ ട്രേഡ് ഡ്രോപ്പ് ചെയ്യും. കാരണം എന്താണ്, ഞാൻ ഓൾറെഡി ബെയറിഷാണ്, എൻ്റെ ഡയറക്ഷൻ ബെയറിഷാണ്. ഇതിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. അതായത് ഞാനിവിടെ ഒരു ഇത് വരച്ചിട്ടുണ്ട്, ഇക്വിലിബ്രിയം വരച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിൻ്റെ മേളിലോട്ട് പോയാൽ എൻ്റെ ട്രേഡ് ഫെയിലാണ്. മനസ്സിലായോ? ഇത് ഞാൻ എന്തുകൊണ്ടാണ്, അപ്പോൾ ഞാൻ ഒരു ക്യാൻഡിലൂടെ വെയിറ്റ് ചെയ്തപ്പോഴടുത്ത് എനിക്ക് കറക്റ്റായിട്ട് സ്വീപ്പ് ചെയ്ത് താഴോട്ട് വന്നപ്പോഴത്തേക്ക് ആ താഴോട്ട് വന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയണം. അതിനുവേണ്ടി ഞാൻ 3 മിനിറ്റ് പോയി നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഒരു സ്ട്രക്ചർ കിട്ടി. എനിക്ക് ഈ M15 മിറ്റിഗേറ്റ് ചെയ്തിട്ട് എനിക്ക് M3 ക്ലോസ് കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ട്രേഡ് എടുത്തു. കിട്ടിയോ? ഇത്രേ ഉള്ളൂ സംഭവം. അത് എപ്പോഴും M15 നിങ്ങൾ നോക്കുക, M15 തൊട്ടപ്പുറത്ത് ഒരു ഫെയിലിയർ സ്വിങ് ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ലാർജ് വിക്ക് ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷം മാത്രം ഞാൻ അത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ. അല്ലാതെ ട്രേഡുകൾ ഇഷ്ടം പോലെ പോകും കേട്ടോ. വേറെ ഇപ്പം ഇന്നലത്തെ ഒക്കെ ഡേ നോക്കുവാണെങ്കിൽ 930 യാതൊരു അനക്കവും കാണത്തില്ല, അത് ലിക്വിഡിറ്റി പോലെ ഇരിക്കും. പക്ഷേ എപ്പോഴും ഈ ഒരു ലാർജ് വിക്ക് ക്യാൻഡിലിന് ശേഷം നിങ്ങളൊരു ട്രേഡ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്വീപ്പ്, അതായത് ഷോർട്ട് ടൈം ഹൈയെ ഷോർട്ട് ടൈം ലോയെ, അതിന് മുമ്പുണ്ടാക്കിയ ഒരു ലോയെയോ ഹൈയെയോ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ അത് നല്ലൊരു ട്രേഡായിരിക്കും. ഞാൻ അങ്ങനെ ട്രേഡ് മാത്രമേ ന്യൂയോർക്കിൽ എടുക്കാറുള്ളൂ ഇപ്പോൾ. അതാകുമ്പോഴത്തേക്ക് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് കയറേണ്ടി വരും ഇതിനകത്ത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് മാത്രമേ ഞാനിപ്പോൾ ട്രേഡ് എടുക്കാറ്. അതപ്പോൾ എനിക്ക് എൻ്റെ ഈ സെറ്റപ്പിന് കറക്റ്റായിട്ട് സ്ട്രക്ചർ കിട്ടും എനിക്ക്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ടാവും. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് നമ്മൾ എടുക്കാറുള്ളത്.